രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിൽ മത്സരിക്കാമല്ലോ. കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളല്ല. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കേരളത്തിൽ മത്സരിക്കുന്ന സിപിഐഎമ്മിന്റെ നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും പോയി പ്രചാരണം നടത്താൻ പിണറായി വിജയൻ ഇറങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ അവിടെ ബിജെപിയെ വിമർശിക്കുന്നുണ്ട്, നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ രാമനാമം ഉരുവിടുന്നത് പോലെ നരേന്ദ്രമോദി എന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് രാഹുലിന് എങ്ങനെ ശഠിക്കാനാകും? രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയാണോ പിണറായി വിജയൻ പ്രചാരണം നടത്തേണ്ടത്? ഇവിടെ മോദിയെ വിട്ട് രാഹുലിനെതിരെയോ എന്നല്ല, കേരളത്തിൽ പിണറായി വിജയന് എതിർക്കേണ്ടത് യു ഡി എഫിനെയാണ്. യു ഡി എഫിന്റെ 20 സ്ഥാനാർത്ഥികളെയും പിണറായി വിജയൻ വിമർശിക്കും. അതുപോലെ തന്നെ 20 സ്ഥാനാർത്ഥികൾക്കെതിരെയും പ്രചാരണം നടത്തും. അത് ഇടതുപക്ഷം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം രാഷ്ട്രീയം എന്താണെന്ന് അറിയണം. അത് രാഹുൽ ഗാന്ധി ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന്. പക്വതക്കുറവ് എന്നൊക്കെയാണ് ഇവിടെ സ്മൃതി മാഡം ആയാലും ഉണ്ണിസാർ ആയാലും ഒക്കെ പറഞ്ഞത്. അതൊരു അമച്വർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതല്ല. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം അറിയില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ രീതിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ കെട്ടിയിറക്കിയ ആളുകളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകും. പിണറായി വിജയൻ ഏതായാലും അങ്ങനെയല്ല എന്നുള്ളത് കേരളത്തിലെ ആളുകൾക്കറിയാം. പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ ആണ് ഇക്കാര്യത്തിൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കണ്ണൂരിലെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണ്? ജയിലിലാക്കുന്നത് എപ്പോഴാണ്? ഒരാൾ കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്തി അയാളെ ആ കേസിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ജയിലിലേക്ക് എത്തേണ്ടത്. അല്ലാതെ നരേന്ദ്രമോദി വന്നിട്ട് ദാ പിണറായി വിജയനെ ജയിലിലേക്കാക്കൂ ഇ ഡി എന്ന് പറയുകയല്ലല്ലോ. പിണറായി വിജയനെതിരെ ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തി അങ്ങനെയാണ് ശിക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുത്തു. അതുകൊണ്ട് ഇത് ചെറിയ കുട്ടികൾ പറയുന്നത് പോലെയാണ്. മോശമായി പോയി രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നത്. താങ്കൾ ഒന്നുമില്ലെങ്കിലും 50 വയസ്സ് കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവല്ലേ? അതിന്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വവും രാഷ്ട്രീയ പക്വതയും അല്പമെങ്കിലും രാഷ്ട്രീയ ബോധ്യവും ഒക്കെ അങ്ങേക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. എന്തായാലും നിർഭാഗ്യവശാൽ അതൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കി കൊടുത്ത ദിവസമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കണ്ണൂർ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത്. ഒരാൾ ബി ജെ പി ആക്രമിച്ചാൽ 24 മണിക്കൂറിനകം തിരിച്ചാക്രമിക്കുന്നതാണ് അവരുടെ ശൈലി. ശരിയാണ്, ബി ജെ പി തിരിച്ചാക്രമിക്കാറുണ്ട്. രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു, പിണറായി വിജയനെ ആക്രമിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരാതി. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒന്നും പറയാൻ പാടില്ല, എന്നെ പറഞ്ഞാൽ ഞാൻ കരയും. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു ലൈൻ. അതായത് എന്നെ ഒന്നും പറയാൻ പാടില്ല, അല്ല എന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെയും പറയണം. ഇതാണ് രാഹുലിന്റെ ഒരു ലൈൻ. ഈ ലൈൻ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഇവിടെയാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞ ആ അവധി എടുക്കാറായിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക്. ആ അവധി എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ എടുക്കുകയും ചെയ്യാം. കോൺഗ്രസിന്റെ കട രാഹുൽ ഗാന്ധി ഇങ്ങനെ തുറന്നു വെച്ച്, രാഹുൽ ഗാന്ധിയാണ് കച്ചവടക്കാരനെങ്കിൽ ആ കട പൂട്ടുമെന്നുള്ളത് ഉറപ്പിക്കുന്നതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്.